പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശനിയുടെ അപഹാരം ഒഴിയുകയും രാശിചക്രത്തിൽ രാജയോഗം തെളിയുകയും ചെയ്യുന്ന നക്ഷത്രജാതകർ. ഇനി ഇവർ കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ നക്ഷത്രജാതകരെക്കുറിച്ചും അവരുടെ ജീവിതത്തിലെ ഇനിയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. തൊഴിൽ മാറ്റത്തിന് ചില സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക മേന്മയുണ്ടാക്കാനുള്ള വഴി ഇനി അങ്ങോട്ട് തെളിയും. ഗുണകരമായിട്ടുള്ള കൂട്ടുകെട്ട് വന്നു ചേരും. മാതൃസ്വത്തിന് യോഗം. വിദ്യാഭ്യാസ വകുപ്പിൽ ഔദ്യോഗിക മേന്മ. ഇടപാടുകളിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം. അതുപോലെ തന്നെ കലാരംഗത്തുള്ള വിഷമതകൾ മാറും. സന്താനത്തിൻ്റെ മംഗല്യകാര്യത്തിൽ തീരുമാനമാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം. വാഹന വായ്പ എടുക്കുന്നതിനും അവസരമുണ്ട്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ഠീവ്രതം, ഭസ്മാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മേലുദ്യോഗ പദവി ലഭിക്കും. ദൂരദേശത്ത് നിന്ന് സാമ്പത്തിക സഹായ സാധ്യതകൾ ഉണ്ട്. മംഗളകാര്യത്തിന് അനുകൂല സമയമാണ്. പുത്തൻ ഗൃഹയോഗം. ബിസിനസ് രംഗം വിപുലമാക്കുന്നതിന് ലോൺ ശരിയാകും. കരാർ മേഖലയിൽ ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകരിക്കും. സാങ്കേതിക രംഗത്ത് അഴിച്ചുപണി നടത്തും. അപ്രതീക്ഷിത അവാർഡുകൾക്ക് യോഗമുണ്ട്. സന്താനത്തിൻ്റെ കുടുംബ വിഷമതകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കുടിശ്ശിക തുക ലഭിക്കും. കായിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. വാഹന വകുപ്പിൽ ഉദ്യോഗ കയറ്റം. മാറ്റിവെക്കപ്പെട്ട വസ്തു ഇടപാട് നടത്തുന്നതിന് സഹായം ലഭിക്കും. മോഡലിംഗ് രംഗത്ത് മാറ്റങ്ങൾ വരുത്തും. പൊതുരംഗത്ത് മലക്കം മറിയാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ഹാരം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, പായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ എല്ലാ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. ശുഭകാര്യ യോഗം. മത്സര രംഗത്ത് ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ. ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവ്. കോടതി കാര്യങ്ങളിൽ സമാധാനം. ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം. നീണ്ടുനിന്ന പ്രണയം സഫലമാകും. ജാമ്യം നിൽക്കുന്നതിന് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക. സന്താനത്തിന് മംഗല്യഭാഗ്യം. അന്യദേശത്ത് മികച്ച വിസയ്ക്ക് യോഗം. ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കും. ഒരേ മേഖലയിലുള്ള വ്യക്തി ജീവിത പങ്കാളിയാകും. ഇഷ്ടക്കാരിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മ പുരോഗതിക്ക് അനുകൂല സമയം. സ്വദേശത്തും വിദേശത്തും ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിക്കും. ജനസമ്മതി നേടാൻ സാധിക്കും. വിവര സാങ്കേതിക മേഖലയിൽ മറ്റുള്ളവരുടെ ആത്മാർത്ഥമായ സഹകരണം ലഭിക്കും. ആധുനിക ചികിത്സാ രീതികളിൽ ഉപരിപഠനത്തിന് സ്കോളർഷിപ്പിന് യോഗം ഉണ്ട്. അധികാര കേന്ദ്രത്തിൽ സ്വാധീനം കൂടും. ഇലക്ട്രോണിക് മേഖലയിൽ വ്യക്തിഗത മികവിന് അംഗീകാരം സിദ്ധിക്കും. മംഗളകാര്യ ചർച്ചയിൽ ശുഭപര്യവസാനം. സിനിമാ സാങ്കേതിക രംഗത്ത് മികച്ച അവസരങ്ങൾ വന്നു ചേരും.
അഭിഭാഷക രംഗത്തും നല്ല അവസരങ്ങൾ ലഭിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ രംഗത്ത് നേട്ടം. ഔദ്യോഗികതല ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗത്ത് ധനവരവ് വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കാൻ സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നു ചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാകുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായിട്ട് ലഭിക്കും. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനം ഏകാനും സാധിക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് വെണ്ണ, ഹാരം, വസ്ത്രം, ഹനുമാന് വെറ്റിലമാല, അർച്ചന, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്തു നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. ദൂരദേശത്ത് നിന്നും ശുഭവാർത്ത. കടബാധ്യതകൾ തീർക്കുന്നതിന് ചില സഹായങ്ങൾ ഉണ്ട്. കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും. മേന്മയുള്ള മംഗല്യഭാഗ്യം. അന്യദേശത്ത് നിന്ന് സഹായം ലഭിക്കും. വ്യാപാര പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും. സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ ശരിയാകും. ആഭരണ നിർമ്മാണ മേഖലയിൽ പുരോഗതി. പുതിയ സംരംഭത്തിനുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും. നറുക്കെടുപ്പിൽ സമ്മാനം ലഭിക്കും. പ്രണയബന്ധങ്ങൾ ശക്തമാകും. അയൽ സംസ്ഥാനത്ത് പുത്തൻ ധനാഗമ മാർഗം കണ്ടെത്തും. കലാരംഗത്ത് തിരിച്ചുവരവ്. ഗൃഹ ഉപകരണങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ദോഷപരിഹാരമായിട്ട് ഗണപതിക്ക് കറുകമാല, നാളികേരം, മോദകം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, അന്നദാനം, ദേവിക്ക് പൊങ്കാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൂരദേശത്തേക്ക് തൊഴിൽ വാഗ്ദാനം സഫലമാകും. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകൾ കുറഞ്ഞു കിട്ടും. സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവ്. തൊഴിൽ സ്ഥലത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിക്കും. ബാധ്യത തീർക്കുന്നതിന് സഹായം ലഭിക്കും. പുതിയ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. സർക്കാർ തലത്തിൽ അംഗീകാരം സിദ്ധിക്കും. വൻകിട സ്ഥാപനത്തിൽ അവസരം ലഭിക്കും. സിനിമാ രംഗത്ത് വഴിത്തിരിവ്. ഇവർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് വെണ്ണ, ത്രിമധുരം അർച്ചന, ഹാരം, ശാസ്താവിന് നീരാജനം, മുഖക്കാപ്പ് അർച്ചന, നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങൾ ഉന്നത പദവിക്ക് യോഗം കാണുന്നുണ്ട്. ദൂരദേശത്ത് ശുഭകാര്യ യോഗം. കടബാധ്യതകൾ തീർക്കാൻ അവസരം. മംഗളകർമ്മത്തിന് ധനം വന്നു ചേരും. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അംഗീകാരം സിദ്ധിക്കും. സന്താനത്തിൻ്റെ ജോലിക്കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. സ്വദേശത്ത് പുതിയ താമസ സ്ഥലം. കുടുംബകാര്യങ്ങളിൽ സമാധാനം. സ്ഥാനചലന സമ്മർദ്ദങ്ങൾ അതിജീവിക്കും. അയൽ സംസ്ഥാനത്ത് ധനസ്ഥിതിയിൽ മാറ്റം വരും. ഓഹരി മാർക്കറ്റിൽ സുരക്ഷിത നീക്കം നടത്താൻ സാധിക്കും. സഹായികൾ തിരികെ എത്തും. ലാഭകരമായ ഇടപാടിൽ പങ്കാളിയാകും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ തുളസീഹാരം, മഞ്ഞപ്പട്ട് അർച്ചന, ശാസ്താവിന് മുഖക്കാപ്പ്, നീരാജനം, ആയില്യത്തിന് നൂറും പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. മേന്മയുള്ള ജോലിക്ക് അനുകൂല സമയം. മംഗളകർമ്മത്തിന് ധനസഹായം ലഭിക്കും. ഉന്നതതല ബന്ധം മെച്ചപ്പെടും. പൊതുരംഗത്തു നിന്നുള്ള എതിർപ്പുകൾ തന്ത്രപരമായിട്ട് നേരിടും. തടസ്സപ്പെട്ട രജിസ്ട്രേഷൻ പൂർത്തിയാക്കും. അന്യദേശത്തുള്ള മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മോചനം. തുടർ വിദ്യാഭ്യാസത്തിന് സഹായം ലഭിക്കും. പുതിയ പ്രോജക്റ്റുകളുടെ രൂപരേഖയിൽ മാറ്റം വരുത്തും. മറുനാട്ടിൽ ഫ്ലാറ്റ് ആദായ വിലയ്ക്ക് സ്വന്തമാക്കും. കോടതി വിധി മുഖേന അവകാശം പുനഃസ്ഥാപിക്കും. ചിത്തിര നക്ഷത്ര ജാതകർ
ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്: മഹാദേവന് ധാര, പ്രദോഷവ്രതം, കുവളമാല, അർച്ചന, ആദിപരാശക്തിക്ക് പൊങ്കാല, പട്ട്, ശ്രീകൃഷ്ണന് തുളസിഹാരം, ത്രിമധുരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.